പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. ഞാനിപ്പോ നിൽക്കണതേ ഷാർജ എയർപോർട്ടിന്റെ പാർക്കിങ്ങിലാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും ഇത്രയ്ക്കധികം തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ആളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രവാസികൾക്ക് എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന വളരെ വലിയൊരു മനുഷ്യനാണ് അഷ്റഫ് താമരശ്ശേരി. ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. വാ. നമസ്കാരം. ഈ മയക്കൊന്ന് കുത്തിക്കോളും അഷ്റഫ്. ഇന്ന് ഞാൻ 2 ദിവസമായി അഷ്റഫ് ഖാനെ തിരക്കണേ, വേറെ കിട്ടിയിട്ടില്ല. പിന്നെ താമരശ്ശേരിയിലല്ലേ വീട്? താമരശ്ശേരി ഏത് ഭാഗത്തായിട്ടാ? പെട്രോമിന് തൊട്ട ബാക്കിൽ. അതെ. ഇപ്പൊ പ്രവാസം ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ പ്രവാസി 26 വർഷം. 26 യുഎയിലായി, 4 വർഷം സൗദിയിൽ. 4 വർഷം സൗദിയിലാ? സൗദിയിൽ എവിടെയായിരുന്നു? റിയാദിലാ. ഞാൻ ദമാമിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ പ്രവാസത്തിലെ നമ്മുടെ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനത്തിലാണല്ലോ ഇവിടെ മരണപ്പെടുന്നത്. നമ്മുടെ സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷം? 24 വർഷം. 24 വർഷമായില്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ കൂടുതലും മലയാളീസ് അല്ലേ? അല്ല, കൂടുതലും ഇന്ത്യക്കാരാണ് മരിക്കുക. ഇന്ത്യക്കാരാണ്. അല്ല, ഇപ്പൊ അഷ്റഫ് ഖാൻ അപ്പൊ അവരുടെ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ കൂടി എല്ലാ രാജ്യക്കാരും ചെയ്തു കൊടുക്കും. എല്ലാവർക്കും ഒരു നിയമമാണ്. യുഎയിൽ ഒരാൾക്ക് വ്യത്യാസമില്ല. അങ്ങനെ പ്രത്യേകിച്ചു എല്ലാ രാജ്യക്കാരും ഒരേ നിയമം. അതെ അല്ലെ? ഇപ്പൊ ഇന്നിപ്പോ എത്ര പേരുണ്ട്? 4 ആള്. 4 ആള് മലയാളീസ് ആണോ? 2 മലയാളി, 1 ലക്നോ, 1 തമിഴ്നാട്. ഇന്നലെയൊക്കെ എന്നും ഉണ്ടാവും, 3-4 ഡെയിലി ഉണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ ഇവിടെ വെച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ ഈ തിരക്കുണ്ടല്ലോ. പിന്നെ ഇതല്ല, നമുക്ക് വേറെ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തം കമ്പനി ഉണ്ട്, ട്രൈലേജിന്റെ. അതെ. അജ്മല്ല. അജ്മാനിലെ 5-6 വണ്ടി. അതെ. ഓഹോ. കുടുംബമൊക്കെ അജ്മല്ല. അജ്മാനിലെ ഞങ്ങൾ ഷെയർ ആയിട്ടാ കമ്പനി. നോക്കിയോളൂ. ഗാരേജ് ഉണ്ട്. അതെ. വൈഫ്, കുട്ടികള്? 3 കുട്ടികൾ, 2 ആണും 1 പെണ്ണും. അതെ. താമസം അജ്മാനിലല്ലേ? അജ്മല്ല. കുട്ടികൾ എത്ര പഠിക്കുന്നത്? കുട്ടികൾ, മോന് എഞ്ചിനീയർ ആവും, ജോലി ചെയ്യാം അബുദാബിയിൽ. കമ്പനി. അഷ്റഫ് ഖാൻ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നതാ. നമ്മള് ഒരു ഇത് കേട്ടിരുന്നു, അഷ്റഫിക്ക് വാപ്പ മരണപ്പെട്ടപ്പോ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാൻ അത് യാത്ര പോകാൻ പറ്റില്ല. പാസ്പോർട്ട് തീർന്നു. അന്നൊരു മുരളീസാറായി ഇവിടെ. അല്ല, അപ്പൊ പാസ്പോർട്ട് നോക്കിയില്ല? എന്നാണ് എക്സ്പയർ? ഇല്ലല്ല, ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ എത്തിയപ്പോ അറിഞ്ഞു. എയർപോർട്ടിലെത്തി അന്ന് പുതുക്കി തന്ന്. അന്ന് മുരളി സാറ്, സീതാറാം സാറ് അംബാസിഡർ. പോലെ അറിയാം. അംബാസിഡർ വിളിച്ചപ്പോ തന്നെ അപ്പൊ തന്നെ പുതുക്കി തന്നു. ആ ഫ്ലൈറ്റ് തന്നെ പോയിക്കുന്നത്. ആ ഫ്ലൈറ്റിൽ തന്നെ പോയി. അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്തത്. എംബസി അന്ന് മുരളി സാറാണ് ഇവിടെ കൗൺസിലർ ദുബായിൽ, പാലക്കാട്ടുകാരനാണ്. പിന്നെ അംബാസിഡർ സീതാറാം സാറേ ഞാനിത് എവിടെയോ വായിച്ചിട്ടുണ്ട്, ആ ഒരു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ചെറിയൊരു ആരോപണം, എന്തോ ഒരു കേസ്, പെട്ടിക്ക് ഇത്ര കാശ്, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? 4 ആരോപണമാണ് കൊണ്ടുവന്നത്. ഒന്ന്, ഫസ്റ്റ് തന്നെ വിട്ട് പെട്ടിക്ക് 600 രൂപ വിട്ട് പൈസ ഭയങ്കര അടിച്ചു മാറ്റുന്നതാണ് ഒന്ന്. രണ്ടാമത് വിട്ട് ഇന്ത്യൻ കൗൺസിലേറ്റ് ഒരു ബോഡി പാല് 4000 ദിർഹംസ് കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ആരോപണം. മൂന്നാമത്തെ ആരോപണം വിട്ടത് ഈ മയ്യത്ത് കെട്ടിവിടാൻ പൈസ ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് കുറച്ച് സാധനം എടുത്തിട്ട് ഫ്രീ ആയിട്ട് കയറ്റി വിടുന്നു. കുറച്ച് സാധനം, ഇത് ചോറും ചായൊന്നല്ലല്ലോ. മനുഷ്യൻ ലിവർ ഒരു മരണപ്പെട്ടാല് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല എന്നുള്ള ചിന്തിക്കാനൊരു ഇത് വേണ്ടേ? ഒരു TV ചാനലുകാരനാണ് വിട്ടതും. അതിലുള്ളിലത്തെ സാധനങ്ങൾ കുറച്ചെടുത്തിട്ട് ബോഡി ഫ്രീ ആയിട്ട് കയറ്റി വിടുന്നു. പിന്നെ പറഞ്ഞ് സ്വർണം കയറ്റി വിടുന്നുണ്ട്. തെളിവുണ്ടോ അല്ലെ? ഓക്കെ. ഈ 4 ആരോപണം വെച്ചു. ഇപ്പൊ അതിലും വലിയൊരു ആരോപണം, അന്ന് ആരും എവിടെ ഈ പ്രവാസിയൊക്കെ അറിയാലോ, സത്യസന്ധമായ പ്രവാസിയൊക്കെ അറിയാം. പിന്നെ പറഞ്ഞ 5000 രൂപയ്ക്ക് ബോഡി കയറ്റിവിടും. 5000 രൂപ ഒരു കാരണവശാലും ബോഡി കയറ്റിവിടാൻ കഴിയില്ല. 6500 രൂപ അടുത്ത് എന്തായാലും വരും. പിന്നെ ഉജയറൊന്നും റാസെന്ന് വെച്ചാൽ 8000 രൂപ 9000 രൂപ കൂടി. അവിടുന്ന് 2000 രൂപ ആംബുലൻസ് കൊടുക്കണം, 1500 എക്സ്ട്രാ കൊടുക്കണം. അതൊന്നും 5000 കയറ്റിവിടും. കാരണം ഒരു കയറ്റിവിട്ടാലും പക്ഷെ ഒരു മുമ്പിൽ വരണ്ടേ? 4 ബോഡി ഒരു കയറ്റിവിട്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ ഏത് മറുനാടൻ മലയാളി പറയുന്നുണ്ട്, ഒരുത്തം പറയുന്നുണ്ട് 5000 ആകുന്നു. അതേ ചാനൽ അതേ ബെഞ്ചിൽ തന്നെ വേറെ ഒരുത്തം പറയുന്നുണ്ട് 6300 ആവുമെന്ന് അറിയുന്നുണ്ട്. ഓർക്കൊന്നും സത്യസന്ധതല്ല. പ്രവാസികളൊന്നും മനസ്സ് മാറ്റാനുള്ള പരിപാടിയാണ്. പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇവരുടെ ബാക്കിൽ വേറെ ആളുകളുണ്ട്, സംഘടനയുടെ ആൾക്കാരുണ്ട്. അവർക്ക് മൊത്തം ഇത് ആക്കിയിട്ട് നമ്മള് മുമ്പിൽ നിൽക്കുമ്പോഴേക്കൊന്നും നടക്കാൻ ചെയ്യാൻ കഴിയില്ല.
ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇതറിയുന്ന പ്രവാസിക്ക് അറിയാം. അതെ പിന്നെ ഇപ്പോൾ 4 ദിവസം മുന്നേ ഇതൊന്നും ഇവർക്ക് എവിടെ ഏശില്ല, ആ. നടക്കില്ല ഇവർക്ക്. ആ. പറഞ്ഞിട്ടും ആൾക്കാർ ഇപ്പൊ മരിക്കുമ്പോ ആൾക്കാരെന്നാ വിളിക്കുക. നാട്ടിൽ പോയിരുന്നോ? നാട്ടിൽ പോയി 2 മാസമായി വന്നിട്ട് ലീവിന് പോയി. ഇപ്പൊ നമ്മുടെ പ്രവാസികളിലെ ഈ സഹോദരങ്ങള് കൂടുതലും അറ്റാക്കാണ്. ഒക്കെ ചെറുപ്പക്കാരാണ് കൂടുതൽ അറ്റാക്ക് വഹിക്കുന്നത്. എല്ലാ രാജ്യക്കാരും വഹിക്കുന്നുണ്ട്, കൂടുതൽ ഇന്ത്യക്കാരാണ്. ഇനി വിളിച്ചാലോ ഇപ്പൊ ജോലിക്കാരാണ്. ആദ്യമൊക്കെ ജോലി ഇഷ്ടമാതിരി കിട്ടായിരുന്നു. ഇപ്പൊ ജോലി പണിയാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ആളുകള് ടിക്കറ്റ് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എയർപോർട്ടിൽ ഇപ്പൊ വന്ന് ഇന്ന് 4 ആള് മരിച്ചിട്ടുണ്ട്. ഓൾറെഡി പാലപ്പുള്ളൊരു പെണ്ണുങ്ങള് കുടുങ്ങി കിടക്കുന്നു. ഓല് വേറെ കുട്ടികൾ തന്നെ വിളിച്ചു പറഞ്ഞ് വല്ലതും കയറ്റി വേണമെന്ന് പറഞ്ഞു. വിസയും പാസ്പോർട്ടും ഒന്നുമില്ല. പാസ്പോർട്ട് ഇപ്പൊ കിട്ടി, വിസന്റെ കുറെ ഫൈനുണ്ട്. അപ്പൊ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ കാണുന്ന പോലെ പറഞ്ഞ പോലെ ചെയ്തു തരും. ഇവിടുത്തെ ഉള്ളവരെ മനസ്സങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടായ ഇമിഗ്രേഷൻ പോലീസ് ഒന്നും നിൽക്കൂല. അങ്ങനെ കുറെ ഉപായം ചെയ്തു. പിന്നെ ഇപ്പൊ ചിലവർക്ക് ഉപായം ചെയ്യാൻ പല ആളും പലതും 10,000-ൽ ഒന്നേ പറയും. സർക്കാർ ചെയ്തു തന്നില്ല. എന്നോട് കഴിയുന്ന ഉപായം ഞാൻ ചെയ്തതിന് മുമ്പോട്ട് ചെയ്യും. ഇവര് എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. ഇവര് എന്ത് വീഡിയോയിലോ പെണ്ണുങ്ങൾ കൊണ്ട് പറയിപ്പിക്കുക, പീഡിപ്പിക്കുക, എന്ത് ചെയ്തോ എനിക്ക് പ്രശ്നമില്ല. അവര് ആ ചാനൽ റീച്ച് ആവാൻ വേണ്ടിട്ട് അവർ ഓരോ ആരോപണങ്ങള് അതേ ഉള്ളൂ. ചാനലിൽ റീച്ച് ഇട്ട പിന്നെ പറഞ്ഞ് ഇവനോട് പറഞ്ഞ് ഇങ്ങനെ അജ്മാനില് സ്പാ മെസ്സേജ് ഒക്കെ ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തില് ഏതെങ്കിലും സ്പാൽ പോലും പറയുന്നത് ഞാൻ പറയുന്നത്. രണ്ടാമത് പിന്നെ പറഞ്ഞ് കള്ളുടിച്ച സ്പാൽ എന്റെ ജീവിതത്തിൽ ഇന്നലെ സിഗരറ്റ് വരെ വലിച്ചില്ല, ഒരു ബിയർ കുടിച്ചില്ല, ഒരു കള്ളുടിച്ചില്ല. പിന്നെ എന്റെ സിനിമയിൽ പോയി സിനിമ കണ്ടില്ല. ഞാൻ അതിന് തെളിവ്. അതിപ്പോ ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അഷ്റഫ് ഖാന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ പറയുന്നവർക്ക് ഓർക്കും മക്കൾക്ക് ഒരു ദൈവം കൊടുക്കട്ടെ. അപ്പൊ മനസ്സിലായോ, ഇന്നല്ലേ നാളെ സത്യം വിജയിക്കും. ഈ അബുജായില് ബദറിലെ യുദ്ധത്തിന് പോകുമ്പോ സാബന്റെ കില്ലാറൊരു സാധനമുണ്ട്. അപ്പൊ കണ്ടു മുസ്ലിം മനസ്സിലാണ് പോയത്. ആ കില്ല പിടിച്ചു പറഞ്ഞതാണോ സത്യം വിജയിക്കട്ടെ എന്ന് പറയുള്ളൂ. അബുജാല് വിജയിക്കേണ്ടതാണ് പറയുന്നത്. ഞാൻ വിജയിക്കട്ടെ ഞാൻ പറയുന്നത്, ഇത് സത്യം വിജയിക്കട്ടെ ഞാൻ പറയുള്ളൂ. വലിയ പെണ്ണുങ്ങൾ കൊണ്ടോ ആണുങ്ങൾ കൊണ്ടോ ഇനി സ്വർണ്ണോ ഇവരെടുത്ത് എന്ത് പറഞ്ഞിരിക്കൂല. ഞാൻ ചെയ്തുപോലെ ഞാൻ പേടിക്കേണ്ടി വരും. ഞാൻ തെറ്റിയാത് ഒരാളെയും പിടിക്കില്ല. അഥവാ പഠിച്ച അമ്പലല്ലാണ്ട് ദുനിയാവിലെ ആളെയും പിടിക്കില്ല. വലിയ എന്താക്കിയാലും ഇല്ല. അതാണ് ചെയ്തോലൊന്നും കുറ്റം പറയാം. 10,000-16,000 മയ്യത്താ കേട്ടിട്ടില്ല. ഇവരെ കുടുംബക്കാരൊന്നും പറയും ഞാനൊരു പൈസ വാങ്ങിച്ചു, ചായ പിടിച്ചു അവൻ പറയും. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഞാൻ കോടീശ്വരനാവുന്നു. ഇത്തരം സില്ലി കാര്യങ്ങളൊന്നും ഞാൻ പറയണെങ്കിൽ അഷ്റഫ് ഖാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യം. ഞാൻ മൈൻഡ് ഒക്കെ അല്ല. എന്നോട് ആൾക്കാർ പറയില്ല അങ്ങനെ അവർക്ക് ദൈവം കൊടുക്കുക, നിങ്ങൾ പേടിക്കണ്ടെന്ന് അതേ പറയുള്ളൂ എല്ലാ മതക്കാരും. അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള സെപ്പറേഷനും ഒരാളും കാണിക്കാറില്ല. ഇത് പശു തന്നിട്ട് പള്ളിയിലെ ഒരു അച്ഛൻ എന്നെ വിളിച്ച് അബുദാബിന്ന്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഇതുണ്ടാ തെറ്റ് ചെയ്യുന്ന നല്ല ചെയ്യുന്നതിൽ ആൾക്കാർ കരിവായി തെറ്റും. എന്തെന്നോ ഒരു ഉദാഹരണം പറഞ്ഞ അച്ഛന് മാളുള്ള മാമക്ക് കല്ലെറിയുന്നു. സത്യമാണ്. എനിക്ക് പേടിയേ അല്ല. ഞാനും എന്റെ മക്കളോ എന്റെ കുടുംബം എന്റെ നാട്ടുകാരെ തെറ്റിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അതിന് വേണ്ടി തെളിവായപ്പോ എന്താ ലോകത്ത് തരണ്ട്. പിന്നെ അപ്പോ അഷ്റഫ് ഖാൻ ഇനിയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതിനുള്ള ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു തിരക്കിന്റെ ഇടയിൽ എനിക്ക് ചെറിയ സമയം തന്നതിൽ നന്ദിയുണ്ട്. ഓക്കെ.